അഭിനയകല എന്ന അത്ഭുതം ജനങ്ങളിലേക്ക് എത്തുന്നത് കഥാപാത്രങ്ങളിലൂടെയാണ്. അഭിനയകല ഏറ്റവും അനായാസമാണെങ്കിൽ അത് നമ്മൾ കൂടുതൽ ആസ്വദിക്കും. ജീവിതവുമായി അടുത്ത് നിൽക്കുന്ന അഭിനയം, അതിനെ ലാളിത്യം എന്നും പറയും. അഭിനയത്തിൻ്റെ ലാളിത്യം നമ്മൾ ഇന്നും കണ്ടുമുട്ടുന്ന നാട്ടിൻപുറത്തെ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അഭിനേത്രി, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട, എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ലളിത ചേച്ചി. ലളിത ചേച്ചിയുടെ അഭിനയത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചേച്ചിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടം നടന്മാരെ എനിക്കുണ്ട്. ഇപ്പോൾ സത്യൻ സാറും കൊട്ടാരക്കര സാറും ഭരത് ഗോപിയാശാനും വേണുചേട്ടനും നസീർ സാറും ലാലേട്ടനും അങ്ങനെ ഒരുപാട് പേരുണ്ട്, ബഹദൂർക്ക്, അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷേ ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ചേച്ചിയുടെ പേരാണ്. അത് വളരെ ആത്മാർത്ഥവും സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട നടി, ഇത് ഞാൻ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? ആണോ? വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാധവക്കുട്ടി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, അപ്പൊ പിന്നെ ഞാൻ തോറ്റു. ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. പക്ഷെ എന്നോട് നേരിട്ടല്ല പറഞ്ഞത്, വേറെ ആരോടോ ആണ് പറഞ്ഞത്. ചേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മഞ്ജു വാര്യരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം. അപ്പം ഇവർ അടുത്തടുത്ത ഫ്ലാറ്റിലൂടെ താമസിച്ചപ്പം ആദ്യം ചോദിച്ചത് മഞ്ജുവിനോട്, എന്നെ കാണാൻ, ലളിതയെ കാണാറുണ്ടോ, എന്നെ ഒന്ന് വിളിക്കാൻ പറയുമോ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കണം. ചുമ്മാ വെറുതെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്നാൽ വിടത്തില്ല. അങ്ങനെയായിരുന്നു ചേച്ചി എൻ്റെ അടുത്ത്. ചേച്ചി നാടകരംഗത്തെ ഒരു നാടകകാലം, ചേച്ചി ഒരു നർത്തകിയായിട്ടല്ലേ നാടകത്തിൽ വരുന്നത് അല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം എൻ്റെ അച്ഛൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണത്. ഭയങ്കര കായംകുളത്ത് അറിയപ്പെടുന്ന ഒരു നായർ തറവാടാണ്. കടക്കത്രയിൽ കുടുംബമാണ് എൻ്റെ അച്ഛൻ്റെത്. അവിടെ നിന്നൊക്കെ ഒരു സിനിമാക്കാർ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ കുടുംബത്തിൽ ആരുമില്ല, എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കലയായിട്ട് അച്ഛൻ ഭയങ്കര ആർട്ടിസ്റ്റായിരുന്നു, നന്നായിട്ട് വരയ്ക്കുമായിരുന്നു, ഫോട്ടോഗ്രാഫറായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അത് മാത്രം എനിക്ക് മാത്രമായിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. അച്ഛൻ്റെ ഒരു നിർബന്ധത്തിനാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയ പിഴവാത് സ്കൂളിൽ ചങ്ങനാശ്ശേരിയിലാണ് ഞങ്ങൾ പഠിച്ചതുമൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഭവാനിയമ്മ ടീച്ചറിന് എൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ യൂത്ത് ഫെസ്റ്റിവൽ അവിടെ സ്കൂളിൽ കലോത്സവത്തിന് വേണ്ടിയിട്ട് ചേച്ചിയാണ്, ഈ ടീച്ചറാണ് എന്നെ ആദ്യം ലീലാമണി ചേച്ചിയുടെ അടുക്ക കൊണ്ടുപോകുന്നത്. പെരുന്ന ലീലാമണി. അപ്പോൾ അന്ന് ഫേമസ് ആണ് ചേച്ചി. പൂതനാമോഷം പെരുന്ന ലീലാമണി അറിയപ്പെടുന്ന ഒരു അത് പിന്നീടല്ലേ. അങ്ങനെ കൊണ്ടുപോയി ചേച്ചിയാണ് എന്നെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ച് അതിൽ നല്ല പേരൊക്കെ കിട്ടി, ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ചേച്ചി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, ഇവളെ എന്തിനാ ഇങ്ങനെ ഇവിടെ നിർത്തുന്നത്, ഈ തൊക്കട ഡാൻസൊന്നും പഠിച്ചുകൊണ്ട് നടന്നാൽ പോരാ, നന്നായിട്ട് പഠിക്കണം അവളെ കൊണ്ട്. അങ്ങനെയാണ് ഗംഗാരം മാഷ ട്രൂപ്പിലേക്ക് ചേച്ചിയാണ് എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വിടുന്നത്. 3.5 കൊല്ലം അവിടെ ഗുരുകുലവാസം പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഗീത ആർട്സ് ക്ലബിന് ഒരു നർത്തകിയെ വേണം, ചങ്ങനാശ്ശേരി ഗീത. അപ്പോൾ എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് ഈ ഗീതയുടെ താഴെയാണ് രവി സ്റ്റുഡിയോ, അവിടെ ഇരുന്നിട്ടാണ്. അങ്ങനെ അവർ കാണാനിടയാവുകയും ഒരു ദിവസം അച്ഛൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എന്നെ കാണാനിടയാവും. അവർക്ക് എന്നെ വേണം. ഇങ്ങനെ ബലി എന്ന് പറഞ്ഞിട്ട് ടാഗോറിൻ്റെ ഒരു നാടകമായിരുന്നു. ആ നാടകത്തിൽ ഒരു നർത്തകി കൈയടിച്ച ആരെവിടെ കൊട്ടാരം നർത്തകിയെ വിളിക്കുന്നത്, ഡാൻസ് ചെയ്തുകൊണ്ട് വരുന്നു. അങ്ങനെ തിരിച്ചു പോകുന്നു. അതിന് 2 ഡാൻസ്. അത് തഞ്ചാവൂർ ഭാസ്കറാണ് അന്ന് കമ്പോസ് ചെയ്തത്, കലാമണ്ഡലത്തിലെ മാസ്റ്റർ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അടുത്തതായിട്ട് ഒരു നാടകം, ആ നാടകം ഇഷ്ടപ്പെട്ടത് നാടകത്തിൽ അഭിനയിക്കാൻ. അതെ, അടുത്ത അതിലെ അത് നർത്തകിയാണ്, ആ കഥാനായികയും നർത്തകിയാണ്. അപ്പോൾ അവർക്ക് വേറെ ആളന്വേഷിച്ച് പോകാൻ പറ്റത്തില്ല. ഒരുപാട് ഡയലോഗ് ഒന്നുമില്ല, തൊട്ടും പിടിച്ചുള്ള അഭിനയമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചവിട്ടുപടി അടുത്തത് വെച്ചു. അത് പി ജെ ആൻ്റണിയുടെ നാടകമായിരുന്നു. പിന്നെ മാതൃഭൂമി എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. അതൊരു 10-60 നാടകം കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് KPSCയിൽ കടന്നുകൂടണം, ഇതൊരാഗ്രഹമായിരുന്നു. അങ്ങനെ പ്രതിഭ ആർട്സ് ക്ലബിൻ്റെ ഒരു നാടകം വന്നു, കാക്കപ്പന്, SL പുരം സദാനന്ദൻ. അതിലും ഒരു നർത്തകിയാണ് നായികയായിട്ട് വരുന്നത്. അങ്ങനെ ആ നാടകത്തിലേക്ക് പോകുന്നു. അതിന് പോയി അവിടുന്ന് പിന്നെ KPSC ആയിട്ടുള്ള ബന്ധം വന്നു. അല്ല ചേച്ചി, ആ കാലഘട്ടത്തിൽ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ സമൂഹത്തിൽ നിന്ന്
ബന്ധുക്കളിൽ നിന്ന് ഭയങ്കര എതിർപ്പായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അപ്പച്ചി വിളിച്ച് പറഞ്ഞു, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയാണ്, അച്ഛനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിനക്ക് പെൺമക്കൾ കൂടുതലാണ്, കടലിൽ കൊണ്ട് കെട്ടിത്താക്കടാ, എന്തിനാടാ ഇങ്ങനെ നാടകക്കാരി സിനിമാക്കാരി എന്നുള്ള പേര് പിടിച്ചോണ്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളും പുച്ഛ തരത്തിൽ സംസാരിക്കുകയും നമ്മളെ കാണുമ്പോഴത്തേക്കും നാടകക്കാരി എന്നുള്ള അത് ഇന്നും അതെ സിനിമാക്കാരി. ഇപ്പൊ അനന്തന്റെ മോള് സിനിമാക്കാരി അല്ലയോ? ഇപ്പൊ സിനിമാക്കാരിയാ അനന്തന്റെ മോള് എന്നാണ് ഇപ്പോഴത്തെ ഒരു രീതി. പക്ഷെ എന്നാലും ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനൊരു ബുക്ക് എഴുതി, ആ ബുക്കിനകത്ത് എൻ്റെ അപ്പച്ചിയുടെ മക്കളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, കഥ തുടരും. അപ്പൊ ചേച്ചിയൊക്കെ എന്നെ ഇപ്പോഴും വിളിക്കാറും എടുക്കാറൊക്കെ ഉണ്ട്. ഈ ബുക്കിന് ശേഷമാണ് അവരെ പറ്റിയൊക്കെ നന്നായിട്ട് എഴുതിയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെയാണ് KPSC വരുന്നത്. ഞാൻ ചേച്ചി ഇപ്പം ചേച്ചിയുടെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ചേച്ചിയുടെ ഗുരുസ്ഥാനീയരല്ല ഗുരുക്കന്മാരായ ആളുകളുടെ പേരിലുള്ള അവാർഡുകളെല്ലാം ചേച്ചിക്ക് കിട്ടുന്നു. ഇപ്പൊ അടുത്താണ് PJ ആന്റണി സാറിന്. അതൊക്കെ ഒരു നിമിത്തമാണെന്ന് വേണം പറയാൻ. ആദ്യം എനിക്ക് നാടകത്തിന്റെ 2 അക്ഷരം പറഞ്ഞു തന്നത് ശരിക്കും പറഞ്ഞ PJ ആന്റണി ആ നാടകത്തിലായിരുന്നു. പക്ഷെ അത് ഒന്നും നാടകം അധികം ഓടിയിട്ടില്ല, നമുക്ക് മാത്രം ഒരു പ്രായവും അതൊന്നും പറയാറായിട്ടില്ല എന്ന് വേണം പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ SL സദാനന്ദന്റെ കാക്കപ്പന്, പിന്നെ വന്നത് KPSCയിലേക്കാണ്. അവിടെയാണ് എൻ്റെ ബാക്കി എല്ലാ ജീവിതവും അവിടെയായിരുന്നു. അല്ല, അപ്പം PJ ആന്റണി സാറിന്റെ പേരിലുള്ള അവാർഡ് മറ്റേ തോപ്പിൽ ബാസിയുടെ പേരിലുള്ള അവാർഡ് കിട്ടി. പിന്നെ ഏതൊക്കെ അവാർഡ് എങ്ങനെ? പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു ബുക്ക് എഴുതി, കഥ തുടരുന്നു പറഞ്ഞിട്ട്. അതറിയാമല്ലോ, ഞാൻ വായിച്ചു. അല്ല, അതിന്റെ പ്രകാശനത്തിന് ഞാനുണ്ട്. ശരിയാ, അന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ ബുക്ക് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല ഒരു പിന്നെ ആത്മകഥ ബുക്ക് ചെറുകാട് അവാർഡ് അത് എനിക്ക് കിട്ടി. അതൊക്കെ എൻ്റെ വലിയ ഭാഗ്യം എന്നാണ്. ഇതൊക്കെ ചക്ക വീണ മൊഴലിയത്തെന്ന് പറഞ്ഞ ഒരു സമ്പ്രദായത്തിൽ ഓരോരോ വരവുകളായിരുന്നു ഇതെല്ലാം. ഇങ്ങനെ അതും പോരാത്തതിന് ഇതിലൊക്കെ ഉപരിയായിട്ട് സുകുമാരി ചേച്ചി, എൻ്റെ സ്വന്തം ചേച്ചിയെ മാതിരി ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. എന്തോ ഒരു ബന്ധം തന്നെ ഉണ്ടായിരുന്നു. ഒരു മാസമൊക്കെ കാണാതിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും. ചേച്ചിയെ ഞാനെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയും. ഈ വിളക്ക് കത്തിക്കൽ പരിപാടി മുക്കിനും വിളക്ക് കത്തിക്കാൻ വേണ്ടി അപ്പോഴൊക്കെ അവസാനം തീയിൽ തന്നെ ചേച്ചിയുടെ ജീവിതം അവസാനിക്കുകയും ചെയ്തില്ലേ. അല്ല, അപ്പം സുകുമാരി ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയും സീനിയർ ആർട്ടിസ്റ്റുമായിട്ടുള്ള സുകുമാരി ചേച്ചിയുടെ പേരിലുള്ള അവാർഡ് അതെവിടെ വെച്ചാൽ? അത് മദ്രാസിൽ വെച്ചിട്ടായിരുന്നു. അത് ചേച്ചിയുടെ പേരിലുള്ള അവിടുത്തെ മലയാളി അസോസിയേഷൻ ഒരു അവാർഡ് വെച്ചു. അത് ഈ പ്രാവശ്യം ആദ്യത്തെ അവാർഡ് എനിക്ക് തന്നെ തന്നു. അത് എനിക്ക് തന്നത് തന്നെ എനിക്ക് എനിക്ക് എന്തോ ഓസ്കാർ അവാർഡ് കിട്ടിയതിനേക്കാളും അപ്പുറത്തേക്കായിരുന്നു. കാരണം ആ അവാർഡ് എനിക്ക് തരുന്നത് എന്നെ സിനിമയിൽ ആദ്യം പരിചയപ്പെടുത്തിയത് 2 അക്ഷരം പറഞ്ഞിരുന്നത് സേസാറായിരുന്നു. അതെ, സേസാറിന് 3 പടം അടുപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തതാണ് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു പരിചയം. അതായിരുന്നു, അദ്ദേഹമാണ് എനിക്ക് ഈ അവാർഡ് സമ്മാനിച്ചത്. അന്ന് അവാർഡ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ല, പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിടിച്ചു നിർത്തിയത് സേസാറായിരുന്നു. നോക്കൂ, പറ്റൂല്ലെങ്കിൽ പോവാം എന്നൊക്കെ പറഞ്ഞ്. ആദ്യ സിനിമയായ കൂട്ടുകുടുംബത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് എനിക്കിത് അഭിനയിക്കാൻ പറ്റില്ല എന്നൊരു കോൺഫിഡൻസ് കുറവായിട്ട് പോവാൻ നോക്കിയത്. അപ്പൊ സേസാർ എന്ത് പറഞ്ഞു? സേസാർ പറഞ്ഞത്, അന്ന് ഞാൻ ഈ അവാർഡ് തരുന്ന ദിവസം ഞാനിത് പറഞ്ഞായിരുന്നു. ഇങ്ങനെ കാരണം ഞാൻ സിനിമ എന്താണെന്ന് എനിക്കറിയില്ല, ആരെയും ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പം തലേ ദിവസം 2 പേരെൻ്റെ അടുക്ക പറഞ്ഞു, ഈ സേസാർ ഭയങ്കര വില്ലനാണ്, അങ്ങേരുടെ കൂട്ടത്തിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടെന്ന് ഭയങ്കര പ്രശ്നം, ചീത്ത പറയും, തെറ്റിച്ചാൽ ചീത്ത പറയും. എനിക്കിതൊക്കെ കേട്ടപ്പോഴത്തേക്കും കാല് ഉയർക്കാൻ തുടങ്ങി. രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല, അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ. എന്നിട്ട് അച്ഛനെ കൂടെ വന്നേക്കുന്നത്. അച്ഛനോട് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട, നമുക്ക് തിരിച്ചു പോകാച്ചാൽ നമുക്ക് നാടകം തന്നെ മതി, എനിക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് പോവാം, നേരം വിളക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. രാവിലെ ആയത് ഞാൻ ഓടി ചെന്ന് സേസാറിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, സാറേ ഞാനില്ല, എന്നെ അങ്ങ് പറഞ്ഞു വിടണം, ഞാൻ അഭിനയിക്കും. സേസാർ അങ്ങ് വല്ലാതായി. ഒന്നാമത് രാവിലെ വെട്ടാൻ വേണ്ട ഒരു പെണ്ണ് കാലെ പിടിക്കുന്ന സേസാർ വെളിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സേസാർ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, തീരെ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടാം, നമുക്ക് നോക്കാം ഏതായാലും എന്ന് പറഞ്ഞിട്ട് വരുന്നവരോടൊക്കെ കാലെ വീഴുക. എനിക്കങ്ങ് വെപ്രാളം കൊണ്ട് വയ്യ. അങ്ങനെ ഞങ്ങൾ അഭിനയിക്കാനായിട്ട് എന്നെ അവിടെ കൊണ്ട് ഇരുത്തി ഒരു വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു മുറത്തിനകത്ത് കുറേ അരിയും ഇതൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എന്തോ ക്യാമറയാണെന്നൊന്നും എനിക്കറിയത്തില്ല, വലിയ എൻ്റെ അച്ഛൻ്റെ ക്യാമറ മാതിരത്തെ ക്യാമറ അല്ല, അതാണെങ്കിലാണ് എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിങ്ങനെ അതിനോളം പൊക്കത്തിലൊരാളും അടുത്ത് നിൽക്കുന്നു, തൊട്ടുപുറത്ത് സേസാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുക്ക ചോദിച്ചു,
പിന്നെ ലളിതയ്ക്ക് അരി വീശാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ അറിയാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കുമൊന്നും വേണ്ട, അങ്ങോട്ട് തിരിഞ്ഞിട്ട് അരി വീശിക്കൊള്ളാൻ പറഞ്ഞു. ഞാനിങ്ങനെ അരി വീശി, അതിനകത്ത് കല്ലുണ്ടെങ്കിൽ പെറുക്കിക്കളാം എന്ന് പറഞ്ഞു. ഞാൻ നോക്കാതെ തന്നെ കല്ല് ഇങ്ങനെ പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിഞ്ഞു. എന്നെ ഒന്ന് നോക്ക്, ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ എടുത്തില്ല, ഒന്ന് പറഞ്ഞേ, ഞാൻ എടുത്തില്ല. ഇനി അങ്ങോട്ട് തിരിഞ്ഞോളൂ, ഇങ്ങനെ തിരിഞ്ഞു. അരി വീശി. ഫസ്റ്റ് ഷോട്ടാണിത്, ക്ലാപ്പില്ല. ക്ലാപ്പ് എന്ന് പറയുന്ന ഈ സംഭവം എൻ്റെ മുഖത്ത് കൊണ്ട് വെച്ച് അടിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് സിനിമയിലത്തെ ഷോട്ട്. ഇതോട് കൂടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇതൊക്കെ എടുത്തു, ഒന്നും പറഞ്ഞൊന്നുമില്ല. ഒരു 3 സീൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ അടുക്ക ചോദിച്ചു, ഇപ്പം പേടിയൊക്കെ മാറിയോ, അതോ വേറെ ആളിനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ സിനിമ എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ, ഇതിനെന്തിനാ പേടിക്കുന്നത്, ഇനി നമുക്ക് ധൈര്യമായിട്ട് പോയിക്കൂടെ. ഞാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് തന്നെ പോകാം. 5 സീൻ എടുത്തന്ന് 5 മണി ആയപ്പോഴത്തേക്കും. എനിക്ക് അന്ന് നാടകം ഉണ്ടായിരുന്നു, അങ്ങനെ നാടകത്തിന് വിട്ടു. ഈ കാര്യം സുകുമാരി ചേച്ചിയുടെ ഇതിന് ഞാൻ അന്ന് അവിടെ പറഞ്ഞായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. വേറെ ഒരു ഡയറക്ടറാണെങ്കിൽ ഒരു ക്ലാപ്പും ഒക്കെ കൊണ്ടുവന്നടിച്ച് 8 ടേക്ക് 9 ടേക്ക് എന്ന് പറയുമ്പോൾ നെർവസാണ് നമ്മൾ. അതിപ്പോഴും എനിക്കുണ്ട്. 10 എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ കാലും കൈയും മറക്കാൻ തുടങ്ങും. അതൊന്നുമില്ലാതെ കണ്ട് നമ്മളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മളെ അഭിനയിപ്പിച്ച് ഇത്രയാക്കിയത് എൻ്റെ ഗുരുവാണ് അദ്ദേഹം. എല്ലാമാണ്. അടുത്തത് വാഴമയം വരാൻ കാരണം അത് അന്ന് ഞാൻ ഇതുവരെ അത് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ സാറ് തന്നെ അന്ന് സ്റ്റേജിൽ പറഞ്ഞപ്പോൾ ഇനി എനിക്ക് പറയാമല്ലോ. സാറ് പറഞ്ഞു ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ ലളിതേനെ നിങ്ങൾ കുറേ ഇവിടെ ക്ലിപ്പിങ്സ് ഒക്കെ കാണിച്ചു. എനിക്കിഷ്ടം വാഴമയം എന്ന് പറയുന്ന അവരുടെ ഒരു സിനിമയുണ്ട്, അതാണ് എൻ്റെ മനസ്സിൽ ഇന്നും ലളിതയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. ഈ വാഴമയം വരാൻ തന്നെ കാരണം അവർ അന്ന് സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആരോടും സംസാരിക്കുക, അതൊക്കെ ഇവരുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാറിയിരുന്ന് എന്തെങ്കിലും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് ഇങ്ങനെ പിടിച്ചു വരച്ച് ഇങ്ങനെ വാങ്ങിച്ചു. അതാണ് വാഴമയ സിനിമ എന്ന് സാർ അന്ന് അവിടെ സ്റ്റേജിൽ പറഞ്ഞു. പിന്നെ 2ാമത്തെ പടമായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ, സാറിൻ്റെ തന്നെ മൂന്നാമത്തെ പടം. അങ്ങനെ 3 പടം അടുപ്പിച്ച് ഈ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് എനിക്കിന്ന് ക്യാമറയെ അഭിമുഖീകരിച്ച് നിൽക്കാൻ പറ്റുന്നതെന്നാണ് എൻ്റെ 100% വിശ്വാസം. പിന്നെ എന്നെ നാടകത്തിൽ നന്നായിട്ട് ഡയലോഗ് പറയാനും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും നല്ല ഇതിൽ കൊണ്ടുവന്നത് KPSC തലതൊട്ടപ്പൻ ഭാസ്ചേട്ടനുമാണ്. ഭാസ്ചേട്ടൻ എൻ്റെ ഗുരു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഈ ഭാസ്ചേട്ടൻ്റെ എഴുത്തും സാറിൻ്റെ ഈ ഒരു ഡയറക്ഷനുമാണ് KPSC ലളിത എന്ന് പറയുന്ന ഒരു നടിയെ ഉണ്ടാവാൻ കാരണം. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. KPSCയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു അനുഭവത്തിന് ഞാനും കൂടെ സാക്ഷിയാണ്. ചേച്ചി ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ച് നടന്ന ഒരു കൂട്ടുകാരിയെ കൊല്ലത്ത് വെച്ച് കണ്ടുമുട്ടി. നമുക്ക് ആ നാടകകാലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാം. അന്ന് ഞാൻ KPSC ചെന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഭവാൻ ചേച്ചിയാണ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂട്ടുകാരി അന്ന് അവർ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർ ചെയ്യുന്ന എല്ലാ വേഷങ്ങളും ഞാനാണ് ചെയ്യേണ്ടത്. പിന്നെ ലീല ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വേഷങ്ങളും ചെയ്യുന്ന ഞാനാണ്. KPSC ലീല. ലീലയ്ക്ക് പകരം സുലോൻ ചേച്ചിക്ക് പകരം ലീലയായി, ലീലയ്ക്ക് പകരം ഞാനായി. അങ്ങനെയാണ് അവിടുത്തെ ഒരു പടിയായിട്ടേ അവർ കയറ്റി വിടുള്ളൂ. വന്ന് കയറുന്ന തന്നെ ഒരു വലിയ റോളൊന്നും തരുത്തൊന്നുമില്ല. അങ്ങനെ ആ ഒരു പഠനമൊന്നും അല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ളതൊക്കെ. ഇപ്പോൾ എല്ലാം മാറിപ്പോയി, കാലങ്ങളൊക്കെ മാറിപ്പോയി. അന്ന് തുടങ്ങിയിട്ടുള്ള ബന്ധം ലീലയും ഞാനുമായിട്ട്, ലീല KPSCന്ന് പോകുന്നിടം വരെ ഉണ്ടായിരുന്നു. നിങ്ങൾ തുലാഭാരത്തിലല്ലേ ഒന്നിച്ച് അഭിനയിച്ചത്? അയ്യോ, തുലാഭാരം എത്ര നാടകങ്ങൾ, സർവേക്കല്ല്, തുലാഭാരം, മുടിയനായ പുത്രൻ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാൽ ലീലയ്ക്ക് വേണ്ടി പാടി ഞാൻ. മൂലധനത്തിലും ലീലയ്ക്ക് വേണ്ടി പിന്നണി പാടി ഞാൻ.